അശ്വിൻ ഇപ്പോൾ ഉള്ളത് പാങ്ങോട് ഹെലിപ്പാഡിലാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി പാങ്ങോട് ഹെലിപ്പാഡിൽ എത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കി. നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി കൊടുക്കാം. അവിടെ നിന്നും പ്രധാനമന്ത്രിക്കൊപ്പമാണ് മുഖ്യമന്ത്രി വിഴിഞ്ഞത്തേക്ക് പോവുക. അവർ ഈ രണ്ടുപേരും ഒരുമിച്ചായിരിക്കും, പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഒരുമിച്ചായിരിക്കും പാങ്ങോട് നിന്നും വിഴിഞ്ഞത്തേക്ക് എത്തുക, അല്ലേ അശ്വിൻ? കാരണം തീർച്ചയായും അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 5 മിനിറ്റ് മുമ്പ്, അല്പസമയം മുമ്പാണ് മുഖ്യമന്ത്രിയുടെ വാഹനം ഈ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലേക്കുള്ള വഴിയിലേക്ക് കടന്നുപോയിട്ടുള്ളത്. അദ്ദേഹം ഹെലിപ്പാഡിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതീവ സുരക്ഷയാണ് ഈ പാങ്ങോട് മേഖലയിലെല്ലാം തന്നെ ഒരുക്കിയിട്ടുള്ളത്. യാതൊരു വിധത്തിലും വാഹനങ്ങൾ ഇങ്ങോട്ടേക്ക് കടന്നു വരാതെ അതീവ സുരക്ഷയൊരുക്കി ബാരിക്കേഡുകളൊക്കെ തീർത്ത് ആളുകളെ ഒരു വശത്തേക്ക് മാറ്റി കയറൊക്കെ കെട്ടി തിരിച്ചുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ സുരക്ഷ ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതിനിടയിൽ അല്പസമയം മുമ്പ് മുഖ്യമന്ത്രി ഹെലിപ്പാഡിൽ എത്തുകയും ചെയ്തു. അവിടെ നിന്ന് പ്രധാനമന്ത്രിക്കൊപ്പം ഒന്നിച്ച് വിഴിഞ്ഞത്തേക്ക് പോകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം ഇതുവഴി കടന്നു പോകുകയും ചെയ്യും എന്നുള്ളതാണ്. അതിനു മുൻപ് അവസാനവട്ട ഒരുക്കങ്ങൾ പൂർത്തിയാക്കി പോലീസും ഇവിടെ സജ്ജരായി തന്നെയുണ്ട്. നമുക്ക് മിലിറ്ററി ക്യാമ്പ് പരിസരത്തേക്ക് മാധ്യമങ്ങൾക്ക് പോലും അടുക്കാൻ കഴിയില്ല, അത്രയും സുരക്ഷയാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അല്പം മാറി ഈ മിലിറ്ററി അതിർത്തി കഴിഞ്ഞ് അല്പം മുമ്പുള്ള സ്ഥലത്താണ് നമ്മളുള്ളത്. ഇളപ്പഴിഞ്ഞിയിലാണ് മാധ്യമങ്ങളടക്കം ഇവിടെ കാത്തു നിൽക്കുന്നത്. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം ഇതുവഴി കടന്നുപോകും എന്നുള്ളതാണ്. പ്രധാനമന്ത്രിയെ കാണുന്നതിന് വേണ്ടി ആളുകളും പ്രത്യേകിച്ച് RSS BJP പ്രവർത്തകരൊക്കെ തന്നെ ഈ ബാരിക്കേഡിന് അപ്പുറവും ഇപ്പുറവുമായി തന്നെ ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. ഇതുവഴി പ്രധാനമന്ത്രി പോകുമ്പോൾ അഭിവാദ്യം ചെയ്യുന്നതിനടക്കം കാത്തിരിക്കുകയാണ് അവർ. ഇവിടെ എല്ലാം തന്നെ ഈ മോദിക്ക് നന്ദി അറിയിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകളും ഫ്ലക്സുകളും നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. എല്ലാ സ്ഥലങ്ങളിലും BJPയുടെ കൊടി തോരണങ്ങളും ഒക്കെ കെട്ടി പ്രധാനമന്ത്രിക്ക് ഒരു വമ്പിച്ച സ്വീകരണം ഈ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലേക്ക് ഒരുക്കുകയാണ് പ്രവർത്തകർ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പ്രവർത്തകർക്ക് മുഖ്യമന്ത്രി എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. അശ്വിനിയാകെ തുടരണം. ഞാൻ ഒന്ന് റോഷിപാലിലേക്ക് പോയി വരാം. റോഷിപാൽ ഇപ്പോൾ രാജ്ഭവനിലുണ്ട്. നമുക്ക് പല ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കാണാം. ഇപ്പോൾ ഇത് പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലേക്കുള്ള റോഡാണ്. ഇവിടേക്കാണ്, ഇതുവഴിയാണ് പ്രധാനമന്ത്രി എത്തുക. നേരത്തെ മുഖ്യമന്ത്രി പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലുള്ള പ്രത്യേക ഹെലിപ്പാഡിൽ എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ ഒന്ന് പാങ്ങോട് മിലിറ്ററി ക്യാമ്പിന് സമീപത്തുള്ള ദൃശ്യവും മറ്റൊന്ന് രാജ്ഭവനിൽ നിന്നുള്ള ദൃശ്യങ്ങളുമാണ്. നമുക്ക് വിഴിഞ്ഞത്തെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് ഒരേ സമയം ഫ്രെയിമിൽ കൊടുക്കാം. വിഴിഞ്ഞത്ത് നിന്നുള്ള ദൃശ്യങ്ങളും പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ നിന്നുള്ള ദൃശ്യങ്ങളും ഒപ്പം തന്നെ രാജ്ഭവനിൽ നിന്നുള്ള ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് ഒരേ സ്ക്രീനിൽ തന്നെ കാണാൻ സാധിക്കും. ഇപ്പോൾ രാജ്ഭവനിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. രാജ്ഭവനിൽ അല്പസമയത്തുള്ളിൽ പ്രധാനമന്ത്രി രാജ്ഭവനിൽ നിന്ന് ഗവർണർക്കൊപ്പം തിരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. റോഷിപാലുണ്ട്. റോഷിപാൽ, നേരത്തെ നിശ്ചയിച്ച സമയം 9:45 പ്രധാനമന്ത്രി രാജ്ഭവനിൽ നിന്ന് ഇറങ്ങുന്നു, നേരെ പാങ്ങോട്ടേക്ക് പോകുന്നു എന്നാണ്. കൃത്യസമയത്ത് തന്നെ പ്രധാനമന്ത്രി രാജ്ഭവനിൽ നിന്ന് ഇറങ്ങിയേക്കാം, അല്ലേ? അരുൺകുമാർ, സമയത്തിൽ മാറ്റമുണ്ടാകാൻ സാധ്യതയില്ല. കൃത്യസമയത്ത് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്ഭവനിൽ നിന്നും പുറത്തേക്കിറങ്ങും. നേരെ പാങ്ങോട് ആർമി ക്യാമ്പിലേക്കാണ് തിരിക്കുന്നത്. അത് വെള്ളയമ്പലം, വഴുതുക്കാട്, കോട്ടൺ ഹില്ല്, ഇടപ്പഴിഞ്ഞ് ജംഗ്ഷൻ വഴിയാണ് പാങ്ങോട് ആർമി ക്യാമ്പിലേക്ക് എത്തുക. അവിടെ സ്റ്റേഡിയത്തിൽ ഉള്ള ഹെലിപ്പാഡിൽ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്ററിലാണ് നേരെ വിഴിഞ്ഞം പദ്ധതി പ്രദേശത്തേക്ക് പ്രധാനമന്ത്രി പോവുക. ഗവർണർ ആർലേക്കറും ഒപ്പമുണ്ടാകും. ഏതായാലും ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയായി. ഈ റോഡ് ഇപ്പോൾ ഗതാഗതം പൂർണ്ണമായി തടഞ്ഞിരിക്കുകയാണ്. ഈ രാജ്ഭവൻ വഴിയുള്ള വാഹന ഗതാഗതം തടഞ്ഞിരിക്കുന്നു. പ്രധാനമന്ത്രി ഇനി കടന്നുപോയതിനു ശേഷം മാത്രമാണ് ഗതാഗതം പൂർവ്വസ്ഥിതിയിലാവുക. പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ, ADGPമാർ ഉൾപ്പെടെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി. ലോ ആൻഡ് ഓർഡർ ADGP വെങ്കടേഷ് അടക്കം സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തിയതിനു ശേഷം ഇപ്പോൾ രാജ്ഭവനിൽ നിന്നും പുറത്തേക്ക് പോയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം ഈ രാജ്ഭവനിൽ നിന്നും പുറത്തേക്കിറങ്ങും. കൃത്യം 9:45 തന്നെ പുറത്തേക്കിറങ്ങുമെന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. ആദ്യ പൈലറ്റ് വാഹനം ഉടൻ തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ്, പരിപാടി കഴിഞ്ഞ് ഏതാണ്ട് 12:40 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി IFB 777 വിമാനത്തിൽ, പ്രത്യേക വിമാനത്തിൽ നേരെ വിജയവാഡയിലേക്ക്, ആന്ധ്രയിലെ വിജയവാഡയിലേക്ക് തിരിച്ചു പോവുക. ഏതായാലും വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കമ്മീഷനിങ് കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ നേരെ വിമാനത്താവളത്തിലേക്കാണ് യാത്ര സജ്ജീകരിച്ചിരിക്കുന്നത്.